200 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് വിജിലൻസ് ഡയറക്ടർ. കാര്യം അഴിമതിക്കാരാണ്, അവരെ നോക്കണം എന്നുള്ളത്. അത് നല്ലതാണ്. പക്ഷേ ഇതിനകത്തൊക്കെ വരുമ്പോൾ ഒരുപാട് മാനദണ്ഡങ്ങൾ പിന്നെ വരും. കാരണം ഇതൊക്കെ നോക്കുന്നതും കാണുന്നതും പിടിക്കുന്നതുമൊക്കെ രാഷ്ട്രീയവും കൂടെ നോക്കിയായിരിക്കും. അയാൾ ഏത് സംഘടനയിൽപ്പെട്ടവനാണെന്ന് നോക്കും. അതിപ്പോൾ NGO ആണെങ്കിൽ NGO അസോസിയേഷൻ ആണോ NGO യൂണിയൻ ആണോ എന്ന് നോക്കും. അസോസിയേഷൻ ആണെങ്കിൽ ഇന്നത്തെ കാലത്ത് പണി കിട്ടും. പക്ഷേ NGO യൂണിയൻ ആണെങ്കിൽ ഉണ്ടല്ലോ, അവൻ്റെ പരിസരത്ത് പോലും ആരും പോകത്തില്ല. അവന് കൈക്കൂലി വാങ്ങാം, ഒരു കുഴപ്പമില്ല. അപ്പൊ ആ രീതിയിലുള്ള കാഴ്ചപ്പാട് ഇതിലൊക്കെ കയറി വരും. ഒരുപാട് പേരുണ്ട് കൈക്കൂലി വാങ്ങുന്നവന്മാർ പല വിധത്തിൽ. ഇപ്പോഴെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ പേ വഴിയൊക്കെയാ കൈക്കൂലി. ഇപ്പൊ നേരിട്ട് മറ്റേത് പണം കൊണ്ട് കൊടുത്താലല്ല ഈ മഷിയിട്ട് പിടിക്കാൻ പറ്റുള്ളൂ. ആ പൊടിയിട്ട് പിടിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പണം അങ്ങോട്ട് കൊടുക്കണം, കൈമാറണം. അത് ഈ എല്ലാം ഡിജിറ്റലാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു മാർഗമില്ല. ഇപ്പൊ ഇതേപോലെ ഗൂഗിൾ പേ അല്ലെ പേടിഎം ഈ രീതിയിൽ അങ്ങോട്ട് കൈക്കൂലി തുടങ്ങി കഴിഞ്ഞാൽ ഒരിക്കലും പിടിക്കാൻ ഒക്കത്തില്ല. അത് മാത്രമല്ല, അവൻ ആരുടെയെങ്കിലും പേര് പറഞ്ഞു കൊടുക്കും, അവർക്കാ ഇത് അയക്കുന്നത്. അല്ലാതെ ഇവനും അതുമായിട്ട് ഒരു ബന്ധവും കാണത്തില്ല അവന്. അപ്പോൾ അങ്ങനെ വരുന്ന ഉടനെ ഇത് പിടിക്കപ്പെടാൻ വളരെ സാധ്യത കുറവാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ കൈക്കൂലി എന്നൊക്കെ പറയുന്നത് വളരെ സുഭിക്ഷമായിട്ട് കൊണ്ടു നടക്കാവുന്ന ഒരു മെത്തേഡിലേക്ക് മാറി. നല്ല എമൗണ്ടൊക്കെ ഇതേപോലെ ഗൂഗിൾ പേ വഴിയൊക്കെ വല്ലവൻ്റെയും പേരിൽ അയക്കും. അപ്പോൾ അത് മതി, കൊടുക്കും. പണ്ടാണെങ്കിൽ ഈ അതായത് ഇപ്പോൾ വാളയാർ ചെക്ക് പോസ്റ്റിലൊക്കെ പണ്ട് നടന്നുകൊണ്ടിരുന്ന അതിൻ്റെ അടുത്ത് മുറുക്കം കടകളുണ്ട്, പെട്ടിക്കടകൾ. ഈ കൈക്കൂലി അവിടെ കൊടുക്കണ്ടേ, ആ പെട്ടിക്കടയെ കൊണ്ട് കൊടുത്തോളും. വൈകുന്നേരം പെട്ടിക്കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വെക്കോളും. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഇത് പിടിക്കപ്പെടാതിരിക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ പെട്ടിക്കടയുടെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ മുഴുവൻ ഗൂഗിൾ പേ വഴി ഇതെല്ലാം കൊടുക്കാം. ഗൂഗിൾ പേ ഇന്നാരുടെ പേരിലോട്ട് ഇന്ന നമ്പറിലോട്ട് അയച്ചേക്കാൻ പറയും. ഇന്നാരാണ് അയച്ചു കൊടുക്കും. ഒരു കുഴപ്പമില്ലാതെ മതി. എന്തിനാ കൊടുത്തതെന്നുള്ളത് അവസാനം ഇവരെ പിടിച്ചിട്ട് ആർക്ക് കൊടുത്തു, എന്ത് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ആ പൈസ കിട്ടിയവനെ പോയി പിടിക്കണം. എന്നിട്ട് അവൻ വഴി വേണം ഇതിലേക്ക് എത്താൻ. അതൊക്കെ വളരെ ദുർഘടം പിടിച്ച വഴികളാണ്. ആ വഴിയൊന്നും നടന്നാൽ എത്തത്തില്ല ആ രീതിയിൽ. അതുകൊണ്ട് ഈ പറയുന്നതിൽ കാര്യത്തിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇതിനകത്ത് കുറച്ചു പേരെയൊക്കെ ചിലപ്പോൾ പിടിക്കപ്പെടും. ഇല്ലെങ്കിൽ ബാക്കിയുള്ളവനെ ഒന്നും പിടിക്കാനൊന്നും പറ്റത്തില്ല. എളുപ്പമുള്ള കാര്യവുമല്ല. കാരണം ഇന്നത്തെ കാലത്ത് ഇത് വളരെ എളുപ്പമായിട്ടുള്ള ഒരു ഇടപാടായിട്ടങ്ങ് മാറി ഈ കൈക്കൂലി വാങ്ങൽ. ആ രീതിയിലേക്ക് പോവുകയാണ്. പിടിക്കപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. ട്രാപ്പ് എന്ന് പറഞ്ഞ എവിടെ? അതല്ലേ ഞാൻ പറഞ്ഞേ, ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മുമ്പ് ട്രാപ്പ് ഒരുപാട് നടക്കാമായിരുന്നു. ഇപ്പൊ ട്രാപ്പ് നടക്കണം എന്നുണ്ടെങ്കിൽ പണം കറൻസി ആയിട്ട് വാങ്ങിക്കണം. എങ്കിലേ അതിനകത്ത് ഇത് പുരട്ടി കൊടുക്കാൻ പറ്റുള്ളൂ. പൊടി പുരട്ടി കൊടുക്കണം. അത് പിന്നെ അവന്റെ കൈ പിടിച്ച് കഴിവുന്നുണ്ടെ അത് പിങ്കാവും. പിങ്ക് ആയാൽ മാത്രമേ ഒക്കൂ ഇതിനകത്ത് കൈ പൊടി പറ്റിയിട്ടുണ്ട്, ഇവനെ കാശ് വാങ്ങി എന്നുള്ളതിന്റെ തെളിവ്. പക്ഷേ അത് ഈ പണമായ ഇപ്പൊ കൊടുക്കുന്നില്ലെങ്കിലോ, പണം കറൻസി ആയിട്ടല്ല കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എവിടെ പൊടിയിടും? അതുകൊണ്ട് ട്രാപ്പ് എന്ന് പറയുന്നത് ഇപ്പോ വളരെ ബുദ്ധിമുട്ടാണ്. ആ രീതിയിലേക്ക് മാറി. ബുദ്ധിയുള്ളവന്മാര് കൈക്കൂലി വാങ്ങിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ രീതിയിലാണ്. ഇത് കേട്ടിട്ട് ഇനി എൻ്റെ സഹോദരങ്ങൾ ആരും ഇതുപോലെ വാങ്ങിക്കാതിരിക്കരുത്. ഞാനിത് മനസ്സിലാക്കി പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇത് ഈ കൈക്കൂലി വാങ്ങുക എന്ന് പറഞ്ഞാണ്ടല്ലോ, ആരെങ്കിലും ഇഷ്ടപ്പെട്ടുകൊണ്ട് ആരെങ്കിലും 1 രൂപയെങ്കിലും കൊടുക്കൂ. ഈ വാങ്ങുന്നവന്മാരൊന്ന് ചിന്തിക്കണം. അവൻ എന്ത് പ്രായിക്കൊണ്ടായിരിക്കും എന്നറിയുമോ? അവന് ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഈ പണം കൊടുക്കുന്നത്. കാരണം 2-3 കാര്യം. ഒന്ന്, അവന്റെ മാനത്തിന് തന്നെ ഒരു നഷ്ടമുണ്ട് ഈ കൊടുക്കുന്നവന്. എനിക്ക് വേറെ മാർഗമില്ല, അതുകൊണ്ട് ഇവന് കാശ് കൊടുക്കാതെ പറ്റത്തില്ല, വായ്ക്കരി ഇട്ടേക്കാം എന്നും പറഞ്ഞാൽ കൊടുക്കുന്നത്. നീയൊക്കെ വാങ്ങിച്ചോണ്ട് പോയി തിന്നുന്ന പൈസ ഉണ്ടല്ലോ, ഈ വായ്ക്കരിയാണെന്ന് മനസ്സിലാക്കണം. ആ രീതിയിലാണ് ആളുകൾ തരുന്നത്. എന്ത് കണ്ണീരിന്റെ പണമാണ്. അതാ പറഞ്ഞ അത് എന്ത് അല്പമെങ്കിലും ഒരു വിശ്വാസം ഏതെങ്കിലും ദൈവത്തിലുണ്ടെങ്കിൽ ഒരുത്തന് ഇത് വാങ്ങുക എന്ന് പറയുന്നത് അത്രത്തോളം ദോഷമാണ്. ഒരു മനുഷ്യന് ഇഷ്ടപ്പെട്ടോണ്ട് ഒരിക്കലും കൈക്കൂലി തരത്തില്ല. ഒരു മാർഗമില്ലാത്തതുകൊണ്ടാണ് ഈ കൈക്കൂലി തരുന്നത്. അത് അവന്റെ കണ്ണീരിന്റെ വിലയായിട്ട് നിങ്ങളൊന്നും മനസ്സിലാക്കണം. ഈ വാങ്ങിയെടുക്കുന്നവന്മാർ ചിന്തിക്കണം. അതെ, റവന്യൂ വകുപ്പിലാണ് ഏറ്റവും കൂടുതലുള്ളത്. കാരണം ജനങ്ങൾക്ക് കൂടുതൽ സമ്പർക്കം വേണ്ടി വരുന്നത് റവന്യൂ വകുപ്പിലാണ്. അപ്പൊ ജനങ്ങൾ ഇല്ലെങ്കിൽ ഈ കാശ് വാങ്ങിക്കാൻ ഒക്കത്തില്ലല്ലോ.
ഇപ്പൊ അങ്ങോട്ട് പോണ്ട, എല്ലാം ഓൺലൈൻ ഇടപാടാണെന്നുണ്ടെങ്കിൽ കൈക്കൂലിയുടെ കാര്യം ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് ഇപ്പോ എല്ലാത്തിനും ഇല്ല. ഇപ്പൊ നമുക്ക് വില്ലേജ് ഓഫീസുകൾ, താലൂക്ക് ഓഫീസുകൾ, RD ഓഫീസുകൾ, ഇതൊക്കെ വഴിയൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ജനങ്ങൾക്ക് അവിടെ കയറി ഇറങ്ങണം ഓരോ കാര്യത്തിന്. ആ ജനസമ്പർക്കം ഏറ്റവും കൂടുതൽ വരുമ്പോൾ ഇവർക്ക് വളരെ എളുപ്പമാണ് ഈ പണി ചെയ്യാൻ. അതാണ് കാര്യം.